അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ നമ്മുടെ പരീക്ഷ താരീഖാണ്. താരീഖിൽ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഒന്നാമത്തെ പാഠം മുതൽ വഹയിന്റെ തുടക്കം എന്നുള്ള 11ാമത്തെ പാഠം ഉൾക്കൊണ്ട അത്രയും പാഠങ്ങളാണ് നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത്. നേരത്തെ നമ്മളിതിൻ്റെ ഫുൾ റിവിഷനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ പാഠം ഹബീബി. കണ്ടോ, ഈ ചിത്രം കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ആരാണത്? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബയാണ് അല്ലേ. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള നല്ല മനോഹരമായ ഒരു പാട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഹയ്യ ഹയ്യ യാ സുഹാബി അഹ്ലൻ അഹ്ലൻ യാ അഹ്ബാബി എന്ന് പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു പാട്ട് നമ്മൾ ഈ കോഡ് സ്കാൻ ചെയ്താൽ നമുക്കത് ലഭ്യമാകും. അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെയൊക്കെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, കഥകൾ കേട്ടിട്ടുണ്ട്, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒന്നും കൂടെ അധികമായിട്ട് പഠിക്കുകയാണ്. എന്തൊക്കെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുകയാണ്. നമ്മുടെ നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഉപ്പാര? അബ്ദുള്ള. മാതാവാര? ആമിന ബീവി. നബിയുടെ ഗോത്രം ഖുറൈഷ്. നബിയുടെ കുടുംബം ഹാഷിം. ഇതെങ്ങനെ തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില സ്വഭാവ മഹിമകൾ മഹത്വം പറയാണ്. ഏറ്റവും ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ് ആര്? മുത്തുനബി. സർവ്വലോകത്തിനും അനുഗ്രഹമായി വന്നു ആര്? മുത്തുനബി. നമുക്ക് വേണ്ടി നാളെ മഹ്ശറിൽ അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യും ആര്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലെ. അപ്പൊ അതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ മുത്തുനബിയെ നല്ല രൂപത്തിൽ സ്നേഹിക്കണം. ഇതെന്തിന്റെ ഫോട്ടോ ആണ്? കഅബയാണ്. ഇതേതാണ്? മസ്ജിദുൽ അഖ്സയാണ്. ഇതേതാണ്? പരിശുദ്ധമായ റൗള ഖുബ്ബയാണ്. മുത്തുനബിയുടെ റൗളയുടെ മുകളിലുള്ള ഖുബ്ബയാണ്. ഇനി യോജിച്ചതിനോട് ചേർക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗോത്രം ഏതാ? ഖുറൈഷാണ്. അപ്പൊ ഖുറൈഷ് എന്നുള്ളതിലേക്ക് നമ്മൾ പറയണം. അല്ലെങ്കിൽ ഇവിടെ എഴുതണം. പിതാവാര? അബ്ദുള്ള. കുടുംബം ഏതാണ്? ഹാഷിം. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാവാര? ആമിന ബീവി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ പാഠം എന്താണ്? മക്കത്തുൽ മുക്കറമ. ഈ ഫോട്ടോ കാണുന്നുണ്ടല്ലോ അല്ലെ. ഇതേതാണ് ഫോട്ടോ? പരിശുദ്ധമായ മക്ക ഹറം പള്ളിയാണ്. അതിന്റെ ഉള്ളിൽ ഉള്ള പരിശുദ്ധമായ കഅബയാണിത്. അപ്പൊ മക്ക അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൗദി അറേബ്യയിലെ വളരെ പരിശുദ്ധമായ ഒരു നഗരമാണ് മക്ക. എന്താണ് ഈ മക്കയുടെ പ്രത്യേകത? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ നബിയാണ് അല്ലെ. ആ മുത്തുനബി ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാണ്? ഈ പരിശുദ്ധമായ മക്കയിലാണ്. നമ്മൾ ഈ കാണുന്ന ചിത്രത്തിന്റെ നടുവിലുള്ള ഈ പള്ളി അതേതാണ്? അതാണ് പരിശുദ്ധമായ കഅബ. ഈ കഅബയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളി. ഇനി ആ പരിശുദ്ധ ഹജ്ജും ഉംറയും നിർവഹിക്കാനൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിമീങ്ങൾ എത്തുന്നത് എവിടേക്കാണ്? ഈ മക്കയിലേക്കാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ പത്നി ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും കൊണ്ടുവന്ന് താമസിച്ചത് എവിടെയാണ്? മക്കയിലാണ്. അതുപോലെ അന്ന് ദാഹജലത്തിനായി ഇസ്മായിൽ അലൈഹി സ്വലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് ഉറവെടുത്ത പുണ്യജലമാണ് അത് മാഉ സംസം. വിദ്യാർത്ഥികളൊക്കെ കുടിച്ചിട്ടില്ലേ? മക്ക നഗരത്തിന് ബക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും പേരുണ്ട്. അപ്പൊ മക്കയുടെ വ്യത്യസ്ത രണ്ട് പേരുകളാണ്. ഒന്ന് ബക്ക, ഉമ്മുൽ ഖുറ. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. കണ്ടോ, ഇവിടെ യോജിപ്പിച്ചിട്ട് ചേർക്കാം. ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത് ഏതാണ്? മക്കത്തുൽ മുക്കറമയാണ്. ഇസ്മായിൽ അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടത് ഏതാണ്? മാഉ സംസമാണ്. പത്നി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ബീവി, പത്നി ആരാണ്? ഭാര്യ ആരാണ്? ഹാജറ ബീവി. ആദ്യ ഭവനമാണ് അത് പരിശുദ്ധമായ കഅബ ഷരീഫ്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ വിദ്യാർത്ഥികൾ വായിച്ച് ശ്രദ്ധിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ആരാ? ഇസ്മായിൽ അലൈഹി സ്വലാം. ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ മാതാവാര? ഹാജറ ബീവി. മക്കയുടെ മറ്റു പേരുകൾ ബക്ക, ഉമ്മുൽ ഖുറ. ഇനി ഉത്തരം പറയാം. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ എത്തുന്നത് ഇവിടെ മക്കയില്. അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം ഏത്? കഅബയാണ്. മാഉ സംസം ഉറവെടുത്തത് എവിടെ നിന്ന്? ഇസ്മായിൽ അലൈഹി സ്വലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന്. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന വിശേഷണങ്ങൾ പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജനന സമയത്ത് മക്കയിലുണ്ടായ സംഭവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ലോകത്തുണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ പറയുകയാണ്. നേരം പുലർന്നു മക്ക നിവാസികൾ ഉണർന്നു. പതിവ് പോലെ ചിലർ വിഗ്രഹ പൂജക്കായി ആരാധനാലയത്തിലെത്തി. കവാടം തുറന്നു. എന്താണ് ഈ കാണുന്നത്? നാം ആരാധിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണ് കിടക്കുന്നു.
അല്ലെ? കഅബയില് പിന്നെ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ, കല്ലുകൊണ്ടുണ്ടാക്കിയ രൂപങ്ങളൊക്കെ ഇങ്ങനെ തലകുത്തി താഴെ വീണ് കിടക്കുകയാണ്. ആ കാഴ്ച കണ്ട് അവർക്ക് അത്ഭുതവും സങ്കടവും വന്നു. കാരണം അവർ ആരാധിക്കുന്ന സംഭവങ്ങളിൽ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? തലകുത്തി ഇങ്ങനെ വീണ് കിടക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ ജനന സമയത്ത് ഉണ്ടായ കാര്യങ്ങളാണത്. കണ്ടോ? തലകുത്തി വീണു കിടക്കുന്ന വാർത്ത കാട്ടുതീ പോലെ പരർന്നു. വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന എല്ലാ നാട്ടിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് വിഗ്രഹങ്ങളൊക്കെ എന്ത് ചെയ്ത്? തലകുത്തി വീണ് പോയിട്ടുണ്ട്. അതുപോലെ പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡാരം അണഞ്ഞുപോയിരിക്കുന്നു. പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായിരിക്കുന്നു. സമാവാചരുവിൽ സമുദ്രതുല്യമായ ജലപ്രവാഹമുണ്ടായി. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെയുള്ള കാരണം എന്താണ്? മക്കയിലുള്ള അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാക്ക് ഒരു മകൻ പിറന്നിരിക്കുന്നു. അതാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങളാണ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതൊക്കെ. കുഞ്ഞു ജനിക്കുന്നതിന് 7 മാസം മുമ്പ് ഉപ്പ മരിച്ചു പോയിരുന്നു. അപ്പൊ നബിതങ്ങളുടെ ഉപ്പ നബിതങ്ങൾ ജനിക്കുന്നതിന്റെ 7 മാസം മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട്. ബനു സുഹറ ഗോത്രക്കാരനായ വഹബിന്റെ മകൾ ആമിന ബീവിയാണ് കുഞ്ഞിന്റെ മാതാവ്. നേരത്തെ നമ്മൾ നബിതങ്ങളുടെ ഉമ്മാനെ കുറിച്ച് പറഞ്ഞല്ലോ. ആരാണ്? ആമിന ബീവി. ഇനി എന്നാണ് നബിതങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്? AD 571 ഏപ്രിൽ 21 റബിയുൽ അവൽ 12 തിങ്കളാഴ്ച. ഇത് വിദ്യാർത്ഥികൾ ഓർമ്മിച്ചു വെക്കണം, എപ്പോഴും ഓർമ്മയുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ വലിയപ്പാരാണ് അബ്ദുൽ മുത്തലിബ് ഈ കുഞ്ഞിനെ എന്ത് ചെയ്തു? നബിതങ്ങൾ എന്ത് ചെയ്തു? പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു. 7-ാം ദിവസത്തിൽ അഖീഖ അറുത്തു. കുട്ടി പ്രസവിച്ച കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അഖീഖ അറുക്കും. അങ്ങനെ അഖീഖ അറുത്തു എന്ത് ചെയ്തു? ആളുകൾക്കൊക്കെ, ഖുറൈശികളൊക്കെ വിളിച്ച് സദ്യയൊക്കെ നൽകി. ഈ കുഞ്ഞാണ് ആര്? അന്ത്യപ്രവാചകരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇവിടെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം. കുഞ്ഞു പിറന്ന ഉടനെ പിതാമഹൻ എന്താ ചെയ്തത്? അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? കഅബയിലേക്ക് കൊണ്ടുപോയി അല്ലെ? അള്ളാഹുവിനെ സ്തുതിച്ചു ദുആ ചെയ്തു. വിഗ്രഹങ്ങൾ തലകുത്തി വീണത് എപ്പോഴാണ്? മുത്തുനബി ജനിച്ചപ്പോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന സമയം പേർഷ്യയിൽ ഉണ്ടായ അത്ഭുതങ്ങൾ എന്തെല്ലാം? പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചു വന്നിരുന്ന അഗ്നികുണ്ഡാരം അണഞ്ഞു. അതുപോലെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്നു തരിപ്പണമായി അല്ലെ? ഇതൊക്കെ അവിടെ ഉണ്ടായ അത്ഭുതങ്ങളാണ്. ഇനി ചേർത്തെഴുതാം. ബനു സുഹ്റ ഗോത്രത്തിലാണ് ആര്? വഹബ്. ആ വഹബിന്റെ മകളാണ് ആര്? നബിതങ്ങളുടെ ഉമ്മയായ ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം തിങ്കളാഴ്ചയാണ്. അബ്ദുൽ മുത്തലിബ് ആരാ? പിതാമഹനാണ്, വലിയപ്പ അല്ലെ? അഖീഖ അറുത്തത് എന്നാണ്? 7-ാം ദിവസമാണ്. സമാവാ താഴ്വര ജലപ്രവാഹം അല്ലെ? ഈ രൂപത്തിലാണ് അതിനെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഒരിക്കൽ കൂടി എന്തിയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രം ഏതാണ്? ഖുറൈശ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം AD 571. നബി തങ്ങൾക്ക് പേര് നൽകിയത് ആരാണ്? അബ്ദുൽ മുത്തലിബാണ് നബി തങ്ങൾക്ക് പേര് നൽകിയത്. നബി തങ്ങളുടെ പിതാവ് മരണപ്പെട്ടത് എപ്പോഴാണ്? നബി തങ്ങളുടെ ജനനത്തിന്റെ 7 മാസങ്ങൾക്ക് മുമ്പ്. ഇനി അടുത്തത് കുടുംബ പരമ്പര. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയാണ് ഈ പാഠത്തിൽ പറയുന്നത്. നമുക്ക് നമ്മുടെ വലിയപ്പന്മാരുടെ ഒക്കെ പേരറിയോ? കൂടിപ്പോയാൽ 1-2 ആളുകളുടെ ഒക്കെ പേരറിയും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 പിതാമഹന്മാരുടെ, വലിയപ്പന്മാരുടെ പേരുകൾ പ്രസിദ്ധമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ജുർഹൂം ഗോത്രത്തിലെ അദ്നാൻ മുതൽ ഖുറൈശ് ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബ് വരെയുള്ളവരാണ് അവർ. ആ ഒരു പട്ടികയാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇത് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. കണ്ടോ? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ, അവരുടെ ഉപ്പാര അബ്ദുള്ള, അവരുടെ ഉപ്പാര അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ, കിലാബ്, അങ്ങനെ എന്ത് ചെയ്യും? 20ഓളം വലിയപ്പന്മാരുടെ പേരുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികൾ അത് പഠിച്ചിരിക്കണം. ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ഇത് ജുർഹൂം. നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകനാണ് ഇസ്മായിൽ. ആ ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ ഭാര്യയുടെ കുടുംബമാണ് ജുർഹൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിന്റെയും മാതാവിന്റെയും വംശപരമ്പര പരിശുദ്ധമാണ്. രണ്ടുപേരുടെയും കുടുംബം വളരെ പരിശുദ്ധമാണ്. സത്യനിഷേധികളോ മാന്യത പുലർത്താത്തവരോ ആയി അവരിൽ ആരും ഉണ്ടായിട്ടേ ഇല്ല. ഏതിൽ? നബി തങ്ങളുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും കുടുംബ പരമ്പരയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് അള്ളാഹു ഇസ്മായിൽ അലൈഹി സ്വലാമിനെ തെരഞ്ഞെടുത്തു. ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് കിനാനയെയും, കിനാനയിൽ നിന്ന് ഖുറൈശിനെയും, ഖുറൈശിൽ നിന്ന് എന്നെയും അള്ളാഹു തആല തെരഞ്ഞെടുത്തു. ഇതിന് നബി തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേരുകൾ പറയുന്ന ഒരു പാട്ടാണ്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൻ ലുഐ. അങ്ങനെ നബി തങ്ങളുടെ 20 ഉപ്പാപ്പന്മാരുടെ പേരുകൾ പറയുന്ന ഒരു പാട്ടാണ്. വിദ്യാർത്ഥികൾ കഴിയുന്നവരൊക്കെ അത് പഠിക്കണം. ഒരു പക്ഷേ ഇത് പൂർത്തിയാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാകും ഇതുപോലെ. അപ്പോൾ ഈ പാട്ടും പഠിച്ചിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാ?
ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകനല്ലേ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അബ്ദുൽ മുത്തലിബാണ് ഒരു പിതാമഹൻ, വലിയുപ്പ. ജുർഹും ഗോത്രം, അദ്നാൻ. ഈ രൂപത്തിലാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. ഉത്തരം പറയാം. ഖുറൈശിൽ നിന്ന് തെരഞ്ഞെടുത്തത് ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവിന്റെയും പിതാവിന്റെയും വംശപരമ്പരയിൽ ഉണ്ടായിട്ടില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു ആരെ? മക്കളിൽ നിന്ന് കിനാനയെ തെരഞ്ഞെടുത്തു. ഇനി ഇവിടെ ഈ പേരുകളൊക്കെ എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾ? ഇത് നമ്മുടെ കുടുംബത്തെ കുറിച്ച് എഴുതാനാണ്. ഈ പാട്ട് വിദ്യാർത്ഥികൾ പഠിക്കണം. ഇനി അടുത്തത് കുട്ടിക്കാലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 7 മാസം മുമ്പേ, ജനിക്കുന്നതിന്റെ 7 മാസം മുമ്പേ ആര് മരണപ്പെട്ടു? ഉപ്പ മരണപ്പെട്ടു അല്ലെ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയണം. മാതാവ് ആമിന ബീവി 7 ദിവസം പൊന്നും മോനും മുലപ്പാലും പരിചരണവും നൽകി. അതിനുശേഷം ഏതാനും ദിവസം സുവൈബത്തുൽ അസ്ലമിയയും മുലയൂട്ടി. അപ്പൊ നബി തങ്ങളെ മുലയൂട്ടിയ സ്ത്രീകളെ നമുക്ക് ഓർമ്മയുണ്ടാവണം. ഒന്ന് ഉമ്മയായ ആമിന ബീവി, അതുപോലെ സുവൈബത്തുൽ അസ്ലമിയ എന്ന സ്ത്രീയും കുറച്ച് ദിവസം മുലയൂട്ടിയിട്ടുണ്ട്. അതുപോലെ അക്കാലത്ത് ഒരു പതിവുണ്ടായിരുന്നത്, ഈ ഗ്രാമീണ സ്ത്രീകളായ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും, ഈ മക്കയിലുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് മുലയൂട്ടുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലയൂട്ടാൻ കൊണ്ടുപോയ സ്ത്രീയാണ് ആര്? മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ 2 വയസ്സ് വരെ ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടി. 2 വയസ്സ് വരെ ഹലീമ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടി. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ പോറ്റുമ്മയായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ്. നബി തങ്ങൾ ഹലീമ ബീവിയുടെ വീട്ടിലെത്തിയത് മുതൽ ഹലീമ ബീവിയുടെ വീട്ടിൽ വലിയ ബർക്കത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം വിശാലമാണ്. വൃക്ഷങ്ങളിൽ ധാരാളം കായ്കനികൾ ഉണ്ടായി. ഇതൊക്കെ നബി തങ്ങൾ ആ വീട്ടിലെത്തിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ്. അതുപോലെ പാൽ വറ്റി മെലിഞ്ഞൊട്ടിയിരുന്ന ആടുകൾ ശരീരമെല്ലാം നന്നായി ധാരാളം പാല് ചുരത്താൻ തുടങ്ങി. ഹലീമ ബീബി റളിയല്ലാഹു അൻഹക്ക് മുല കുടിക്കുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ മകന്റെ പേരാണ് എന്ത്? ലംറത്ത്. നബി തങ്ങളുടെ പ്രായമുള്ള ആളാണ്. സഹോദരനും കൂട്ടുകാരനുമായ ആ കുട്ടിക്ക് കൂടി മുലപ്പാൽ വേണമെന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലതു മുലയിലെ പാല് മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചെറുപ്പത്തിലെ മുത്തുനബി അങ്ങനെയാണ്. പാലൂട്ടൽ കാലം കഴിഞ്ഞിട്ടും 2 വർഷം നബി തങ്ങൾ പോറ്റുമ്മയുടെയും കൂട്ടുകാരന്റെയും കൂടെ താമസിച്ചു. അപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോൾ മക്കയിൽ ആ സമയത്തൊരു പ്ലേഗ് രോഗം ഉണ്ടായിരുന്നു. അപ്പൊ വീണ്ടും 2 വർഷത്തോളം ഹലീമ ബീവി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയത്. ഈ ലംറത്തിന്റെ കൂടെ കളിക്കുന്ന സമയത്താണ് 2 മലക്കുകൾ വന്നിട്ട് എന്ത് ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചു പിളർത്തി ഹൃദയം പുറത്തെടുത്ത സംഭവമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ചേർത്ത് എഴുതാം. ഹലീമ ബീവിയാണ് എന്തത്? നബി തങ്ങളെ മുലയൂട്ടിയത്. മുലകുടിക്കാലം എത്രയാണ്? 2 വയസ്സ്. മലക്കുകൾ ഹൃദയം കഴുകി വൃത്തിയാക്കി. ലംറത്താര? നബി തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്. വൃക്ഷങ്ങളിൽ കായ്കനികൾ ഉണ്ടായി. അതുപോലെ പാലൂട്ടൽ കഴിഞ്ഞിട്ടും പിന്നെ 2 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കൂടെ താമസിച്ചു. ഉത്തരമേതാ? മക്കയിലൊരു പതിവായിരുന്നു എന്ത്? ഗ്രാമീണ സ്ത്രീകൾ എന്ത് ചെയ്യുക? ഈ കുട്ടികളെ മുലയൂട്ടാൻ കൊണ്ടുപോകുന്നത് ഒരു പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ അടുക്കൽ താമസിച്ചത് എത്ര കാലം? 4 വർഷം. 2 വർഷം പിന്നെ വീണ്ടും 2 വർഷം. ലംറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ചത് എങ്ങനെയാണ്? ലംറത്തിനും കൂടെ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ വലത് മുലയിലെ പാല് മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തത് മാതാവിന്റെ വിയോഗം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീവിയുടെ മരണത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു 7 മാസം മുമ്പേ ആര് മരണപ്പെട്ടിട്ടുണ്ട്? ജനിക്കുന്നതിന്റെ 7 മാസം മുമ്പേ ഉപ്പ വഫാത്തായിട്ടുണ്ട്. യതീമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. പിന്നെ ആരാ സംരക്ഷിച്ച്? ഉമ്മയാണ്. പക്ഷെ ആ ഉമ്മയും 6ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സുള്ള കാലം ആമിന ബീവി പൊന്നുമോനെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. എന്തിനാണ് പോകുന്നത്? കൂടെ ആരുണ്ട്? ഉമ്മൈമൻ എന്ന സഹായിയും ഉണ്ട്. ഈ പേരുകളൊക്കെ ഓർമ്മയുണ്ടാവണം. എന്തിനാണ് പോകുന്നത്? അബ്ദുൽ മുത്തലിബിന്റെ അമ്മാവന്മാരടക്കം കുടുംബക്കാരെ സന്ദർശിക്കലായിരുന്നു യാത്രയുടെ ലക്ഷ്യം. അപ്പൊ മദീനയിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബക്കാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരൊരു മാസം മദീനയിൽ താമസിച്ചു. ആ സമയത്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്തലൊക്കെ പഠിച്ചത്. അങ്ങനെ മദീനയിൽ വെച്ച് ഒരു ജൂത പണ്ഡിതൻ നബി തങ്ങളെ കണ്ടുമുട്ടി. അങ്ങനെ തൗറാത്തിൽ ഒരു അന്ത്യപ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ടെന്നും ആ പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കുട്ടിയിൽ കാണുന്നുണ്ടെന്നും ഒക്കെ ആ ജൂത പുരോഹിതനായ ആള് അറിയിച്ചു കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വിവരം അറിയിക്കുകയും മറ്റാരെങ്കിലും ഈ കുട്ടിയെ ഇപ്രകാരം തിരിച്ചറിഞ്ഞ് കുട്ടിയെ അപായപ്പെടുത്താൻ ഇടവരുമെന്ന് മനസ്സിലാക്കി അവർ മദീനയിൽ നിന്ന് എന്ത് ചെയ്തു? പെട്ടെന്ന് മടങ്ങാൻ തീരുമാനിച്ചു. ആ മടക്ക യാത്രയിലാണ് അബവാ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മയായ മഹദിയായ ആമിന ബീവിക്ക് രോഗം ബാധിക്കുന്നു. അവിടെ വെച്ച് വഫാത്താവുകയും ചെയ്യുന്നു. അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന കുട്ടിയെ മക്കയിലേക്ക് കൊണ്ടുവരുന്നതാരാ? പരിചാരികയായിരുന്ന ഉമ്മു ഐമനാണ്. അങ്ങനെ ഉമ്മു ഐമൻ കൊണ്ടുവന്ന് ആരെ ഏൽപ്പിച്ചു? അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു. അപ്പൊ ചുരുക്കത്തിൽ മുത്തുനബിയുടെ ഉമ്മ വഫാത്തായത് എത്രാമത്തെ വയസ്സിലാ? നബി തങ്ങൾക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. എവിടെ വെച്ചാണ് രോഗം ബാധിച്ചത്? അബവാ. അവിടെ വെച്ച് തന്നെയാണ് മരണപ്പെട്ടതും, അവിടെ തന്നെയാണ് മറമാടിയതും. ഉമ്മയോടൊപ്പം നബി തങ്ങൾ മദീനയിൽ താമസിച്ച കാലം എത്ര? 1 മാസം. ഉമ്മ ഐമൻ കുട്ടി എന്ത് ചെയ്തു? മക്കയിലേക്ക് കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു. ഉമ്മ മരണപ്പെട്ടപ്പോൾ നബി തങ്ങളുടെ പ്രായം എത്ര? 6. ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞതാരാണ്? അത് മദീനയിൽ വെച്ച് ഒരു ജൂത പണ്ഡിതൻ. ഇനി അടുത്തത് പിതൃവിന്റെ തണലിൽ. പിതൃവിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അബൂ താലിബാണ് ഇവിടെ പിതൃവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലം നമ്മുടെ കണ്ണുകളെ ഏറെ നനയിപ്പിക്കും അല്ലെ. ആദ്യം ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ വഫാത്തായി, 6 വയസ്സായപ്പോ ഉമ്മ വഫാത്തായി അല്ലെ. പിന്നെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചതാരാണ്? അബ്ദുൽ മുത്തലിബാണ്. പക്ഷെ അബ്ദുൽ മുത്തലിബും 8ാമത്തെ വയസ്സിൽ, അബ്ദുൽ മുത്തലിബ് ആരാ? വലിയുപ്പയാണ്. ആ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബും 8ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ്? അത് അബൂ താലിബാണ്. അബ്ദുൽ മുത്തലിബ് അബൂ താലിബിനോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നീട് സംരക്ഷിക്കുന്നത്. നല്ല സ്നേഹത്തോടെയും കാരുണ്യത്തോടെയുമാണ് അബൂ താലിബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചത്. പലതവണ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാനും ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചപ്പോഴൊക്കെ അബൂ താലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചത്. അങ്ങനെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനൊക്കെ ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാതെയും അങ്ങനെ എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തിയപ്പോൾ ഷിഅബു അബൂ താലിബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുടുംബവും താമസിക്കേണ്ടി വന്നപ്പോഴൊക്കെ അബൂ താലിബ് കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഖദീജ ബീവിയുമായിട്ടുള്ള നബിയുടെ വിവാഹത്തിനൊക്കെ നേതൃത്വം നൽകിയതാരാണ്? ഈ അബൂ താലിബ് ആയിരുന്നു. 42 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതൃവിന്റെ തണലിൽ, അബൂ താലിബിന്റെ തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നത്. ഇവിടെ നബി തങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായ ഒരു അനുഭവം പറയാണ്. കുട്ടിക്കാലത്ത് മക്കയിൽ നല്ല വരൾച്ചയുണ്ടായി, മഴയൊന്നും ഇല്ലാത്ത, വെള്ളത്തിന് പ്രയാസപ്പെട്ട ഒരു സാഹചര്യം. ആ സമയത്ത് ജനങ്ങളൊക്കെ എന്ത് ചെയ്തു? അബൂ താലിബിനെ സമീപിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് കഅബ ഷരീഫിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു? കുട്ടിയെ കഅബയോട് ചേർത്ത് പിടിച്ചിട്ട് നബി തങ്ങളെ കൈവിരൽ ഉയർത്തിയിട്ട് ആംഗ്യം കാണിച്ചു, ദുആ ഒക്കെ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? നല്ല മഴ വർഷിച്ച ഒരു ചരിത്രം, ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. ഇനി ഇവിടെ നബി തങ്ങളുടെ ജീവചരിത്രം ഇതുവരെ പോറ്റുമ്മ ആരാണ്? ഹലീമ ബീവി. 4 വയസ്സ് വരെ നബി തങ്ങളെ വളർത്തി. ഉമ്മ ആരാണ്? ആമിന ബീവി. നബിയുടെ 6ാം വയസ്സിൽ രോഗം ബാധിച്ചു വഫാത്തായി. പിതാവാരാണ്? അബ്ദുള്ള. ജനിക്കുന്നതിന് മുമ്പ് 7 മാസം മുമ്പ് വഫാത്തായി. ജനനം എന്ന AD 571 ഏപ്രിൽ 21 റബീഉൽ അവൽ 12 തിങ്കളാഴ്ച മക്കയിൽ. പിതൃവ്യൻ ആരാ? അബൂ താലിബ്. 42 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകി. പിതാമഹൻ വലിയുപ്പ ആരാണ്? അബ്ദുൽ മുത്തലിബ്. നബി തങ്ങളുടെ 8ാം വയസ്സിൽ വഫാത്തായി. അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് നിർബന്ധമായും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ഇനി ഉത്തരം പറയാം. അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ സംരക്ഷണം ഏൽപ്പിച്ചതാരെ? അബൂ താലിബിനെ. സ്നേഹവും കരുണയുമുള്ള വ്യക്തിയായിരുന്നു ആര്? അബൂ താലിബ്. അബൂ താലിബിന്റെ സംരക്ഷണത്തിലായിരിക്കെ നബി തങ്ങൾ ആരെയാണ് വിവാഹം കഴിച്ചത്? ഖദീജ ബീവിയെ. ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെ? ഷുഅബു അബൂ താലിബിൽ. പിതൃവ്യൻ നബി തങ്ങളെ സംരക്ഷിച്ചത് എത്ര ദിവസം വരെയാണ്? പിതൃവ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചത് എത്ര വയസ്സ് വരെയാണ്? 50 വയസ്സ് വരെ. ഇനി അടുത്തത് ഷാം യാത്രകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പുറത്തേക്ക് പോവാണ്. യാത്രകളെ കുറിച്ച് പറയാണ്. 2 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാം യാത്ര നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ യാത്ര എപ്പോഴാണ്? അബൂ താലിബിന്റെ കൂടെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് യാത്ര പോകുന്നത്. അബൂ താലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് ഇരുത്തി പോകാൻ വല്ലാത്ത പ്രയാസം ഉണ്ടായി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി യാത്ര പോകുന്നത്. ആ യാത്രയിലാണ് ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ, ഈ പേരുകൾ ഓർമ്മയുണ്ടായിരിക്കണം. ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ എന്ന ക്രിസ്തീയ പുരോഹിതൻ നബി തങ്ങളെ കാണാനിടയായി. ലോകത്ത് വരാനിരിക്കുന്ന അന്ത്യപ്രവാചകനാണിത് എന്നുള്ള ലക്ഷണങ്ങളും ഒക്കെ അറിയിച്ചു കൊടുത്തു. എന്ത് ചെയ്തു? ഈ കുട്ടിയെ ശ്രദ്ധിക്കണം, വേഗം നിങ്ങൾ മക്കയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു? അബൂ താലിബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി മക്കയിലേക്ക് വേഗം മടങ്ങുന്നത്. 2ാമത്തെ യാത്ര എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് യാത്ര ചെയ്യുന്നത് എപ്പോഴാണ്? ഖദീജ ബീവിയുടെ കച്ചവട ആവശ്യാർത്ഥം. അതാരുടെ കൂടെയാണ്? ഖദീജ ബീവിയുടെ ഈ കച്ചവട ഒക്കെ നോക്കി നടത്തിയിരുന്ന മൈസറത്തിന്റെ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാമിലേക്ക് യാത്ര പോകുന്നത്. അങ്ങനെ ആ യാത്രയിലും ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കവേ, ഇതും ശ്രദ്ധിക്കണം, നസ്തൂറ എന്ന പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമില്ല, കാരണം ഈ മരച്ചുവട്ടിൽ നബിമാരല്ലാതെ വേറെ ആരും ഇരുന്നിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ കാണുന്നവരൊക്കെ ഇത് അന്ത്യപ്രവാചകനാണ്, വരാനുള്ള പ്രവാചകനാണ് എന്നുള്ള വിശേഷം അറിയിച്ചു കൊടുക്കാണ്.
ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുത്തിട്ടുണ്ട്. കച്ചവടത്തിൽ വല്ലാത്ത ലാഭമുണ്ടായി അല്ലെ. ഈ യാത്രയിൽ അത്ഭുതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയും മൈസറത്ത് ഖദീജ ബീവി അറിയിച്ചപ്പോഴാണ് ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു വിവാഹത്തിനുള്ള താല്പര്യമൊക്കെ വരുന്നത്. അതാണ് അടുത്ത പാഠത്തിൽ. ഷാം അബൂ താലിബ്, ബഹീറാര പുരോഹിതൻ, മൈസറത്താര സേവകൻ, ഖദീജ ബീവിയുടെ സേവകൻ, ഖദീജ ബീവി കച്ചവടം. ഈ രൂപത്തിലാണ് അവിടെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ആദ്യ ഷാം യാത്ര വേളയിൽ നബി തങ്ങളുടെ പ്രായം എത്ര? 12-ാമത്തെ വയസ്സിൽ. ബഹീറ എന്ന പുരോഹിതൻ നബി തങ്ങളെ കണ്ടുമുട്ടിയ സ്ഥലം ഏതാ? ബുസ്ര. അതുപോലെ നബി തങ്ങളെ കണ്ടപ്പോൾ നസ്തൂറ എന്തു പറഞ്ഞു? ഈ മരച്ചുവട്ടിൽ പ്രവാചകന്മാരല്ലാതെ നബിമാരല്ലാതെ മറ്റാരും ഇരുന്നിട്ടില്ല. ഇനി അടുത്തത് 9-ാമത്തെ ജീവിതം, വൈവാഹിക ജീവിതം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി വിവാഹം കഴിക്കുന്നത് ആരെയാണ്? മഹദിയായ ഖദീജ ബീവിയെയാണ് അല്ലെ. അതിന് നേതൃത്വം നൽകിയത് ആരാണ്? അബൂ താലിബാണ്. ആ പ്രായ വ്യത്യാസങ്ങൾ എത്രയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സേ ഉള്ളൂ, ഖദീജ ബീവിക്ക് 40 വയസ്സുണ്ടായിരുന്നു. ഇനിയോ ഖദീജ ബീവിയുടെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ഖുറൈശ് ഗോത്രത്തിലെ ഹുവൈലിദിന്റെ മകളാണ് ഖദീജ ബീവി. അപ്പൊ ഖദീജ ബീവിയുടെ ഉപ്പാന്റെ പേരെന്താ? ഹുവൈലിദ്. പേര് ഓർമ്മയുണ്ടായിരിക്കണം. അതുപോലെ ഖദീജ ബീവിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കാര്യസ്ഥതയാണ്, ബുദ്ധി കൂർമ്മത, നല്ല ബുദ്ധിയുള്ളവളാണ്. അതുപോലെ ഭർത്താവിനോട് നല്ല സ്നേഹമുള്ളവളാണ്, ഔദാര്യം, ഇതൊക്കെ മഹദിയുടെ ഒരു ഗുണമാണ്. അതുപോലെ നല്ല സമ്പത്തുള്ള ആളായിരുന്നു. ഖദീജ ബീവിയുടെ ധനമെല്ലാം പരിശുദ്ധ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് അതിന്റെ മുമ്പ് 2 തവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ 2 ആളുകളും മരണപ്പെട്ടതിന് ശേഷമാണ് മുത്തുനബിയെ വിവാഹം കഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിൽ 6 പേരും ഖദീജ ബീവി, നബി തങ്ങളുടെ മക്കളിൽ 6 പേരുടെയും ഉമ്മ ആരാണ്? ഖദീജ ബീവിയാണ്. 25 വർഷക്കാലം അതിരറ്റ സന്തോഷത്തോടെ അവർ ഒന്നിച്ചു ജീവിച്ചു. അപ്പൊ നബി തങ്ങൾ ഖദീജ ബീവി ഭാര്യയായിരിക്കെ മറ്റൊരു സ്ത്രീയെയും വിവാഹം കഴിച്ചിട്ടില്ല. മരണത്തിന് ശേഷമാണ് പിന്നീട് മറ്റുള്ള വിവാഹങ്ങളൊക്കെ കഴിക്കുന്നത്. ഇനിയോ ഷാം യാത്ര കഴിഞ്ഞ് എത്ര മാസം? ഷാം യാത്ര കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് അകം ആയിരുന്നു വിവാഹം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അന്വേഷണം നടത്തി 2 മാസത്തിനകം ആ വിവാഹം നടന്നു. ഖദീജ ബീവിയുടെ പിതാവ് ആരാണ്? ഹുവൈലിദ്. വിവാഹ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് 25. പിന്നെ ഖദീജ ബീവിയിൽ നബി തങ്ങൾക്കുണ്ടായ മക്കളുടെ എണ്ണം എത്ര? 6. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇനി അടുത്തത് ഒരു പ്രശ്നപരിഹാരം. ഇവിടെ നമ്മൾ പരിശുദ്ധമായ കഅബ കാണുന്നുണ്ട്, അതിന്റെ മൂലയിൽ ഹജറുൽ അസ്വദ് കാണുന്നുണ്ട് അല്ലെ. വളരെ ചുരുക്കി പറയാം, ഈ കഅബ പണിയുന്ന സമയത്ത് ഖുറൈശികൾക്കിടയിൽ, മക്കക്കാർക്കിടയിൽ ഒരു വലിയ തർക്കമുണ്ടായി. ഹജറുൽ അസ്വദ് കഅബയിൽ ആര് വെക്കും എന്നുള്ളതായിരുന്നു തർക്കം. ആ തർക്കം രൂക്ഷമായി എന്ന് മാത്രമല്ല, അത് അടിയുടെ വക്കിൽ വരെ എത്തി. അങ്ങനെയാണ് അവിടെ പ്രായമുള്ള ഒരാൾ, ആ നാട്ടിലെ കാരണവരായ അബൂ ഉമയ്യത്ത് ബിനു, ഈ പേര് ഓർമ്മ ഉണ്ടായിരിക്കണം, അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ എന്ന പ്രായമുള്ള ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു. എന്ത്? ഇനി മസ്ജിദുൽ ഹറാമിലേക്ക് ബനൂ ഷൈബ കവാടത്തിലൂടെ ആദ്യം കടന്നു വരുന്ന വ്യക്തിയെ നമുക്ക് മധ്യസ്ഥനാക്കാം. അങ്ങനെ ആ അഭിപ്രായത്തെ എല്ലാവരും സ്വീകരിച്ചു. അങ്ങനെ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്, ആരാണ് ആ കവാടത്തിലൂടെ ആദ്യമായിട്ട് വരുന്നത്? അപ്പൊ ആരാ വരുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവരെല്ലാവരും കൂടെ അല്ലമീൻ എന്നൊക്കെ പറഞ്ഞ് മുത്തുനബിയെ സ്വീകരിച്ചു. എന്നിട്ട് ഈ പ്രശ്നം നബി തങ്ങളുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണാണ്. എങ്ങനെയാണ്? നബി തങ്ങൾ അവിടുത്തെ മേൽത്തട്ടം വിരിച്ചു, എന്നിട്ട് ഹജറുൽ അസ്വദ് അതിൽ എടുത്തു വെച്ചു. എന്നിട്ട് ഓരോ ഗോത്രത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് തട്ടം പിടിച്ചുയർത്താൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് അവിടുത്തെ പുണ്യകരം കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. കാരണം എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഗണിച്ചു. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിമ്പിളായിട്ട് പരിഹരിച്ചു. അതോടെ പ്രശ്നം അവസാനിച്ചു, എല്ലാവർക്കും സന്തോഷമായി. ഈ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധമായ ശില, കല്ലാണ് ഇത് ഹജറുൽ അസ്വദ്. കഅബയുടെ തെക്കു കിഴക്ക് മൂലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇനി അബൂ ഉമയ്യ ഇബ്നു അൽ മുഗീറ, ഹജറുൽ അസ്വദ് സ്വർഗത്തിലെ കല്ല്. ആദ്യം എത്തിയതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വെള്ളപ്പൊക്കം മക്ക. അപ്പൊ ഈ മക്കയിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത്, കഅബക്ക് കേടുപാടുകൾ സംഭവിച്ച സമയത്താണ് അതിനെ പുനർനിർമ്മിക്കുന്ന സമയത്താണ് ഈ ഹജറുൽ അസ്വദ് വെക്കുന്നതുമായിട്ടുള്ള തർക്കം ഉണ്ടായത്. തിരിച്ചറിയാം, കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് ആരാണ് കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചത്? ഖുറൈശികളാണ് ആ തീരുമാനമെടുത്തത്. തട്ടം പിടിച്ചുയർത്തിയത് ആരെല്ലാം? എല്ലാ ഗോത്രത്തിലെയും, ഓരോ ഗോത്രത്തിലെയും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ. അതുപോലെ ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചതാരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രശ്നപരിഹാരത്തിന് അഭിപ്രായം പറഞ്ഞതാരാണ്? നമ്മൾ പറഞ്ഞ കാരണവരായ അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ എന്നവർ. ഇനി അവസാനത്തെ പാഠം, വഹയിന്റെ തുടക്കം. ഇവിടെ നമ്മൾ നല്ലൊരു മല കാണുന്നുണ്ടല്ലേ. ഇതേതാണ് ഈ ഗുഹ?
അത് പരിശുദ്ധമായ ജബലുൻ നൂറിന്റെ മുകളിലുള്ള ഹിറാ ഗുഹയാണ്. ആദ്യമായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയി ലഭിച്ച സ്ഥലം. വഹയി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മെസ്സേജ് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നുബുവത്തിന്റെ കിട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ മക്കയിലുള്ള തിന്മകള്, മക്കയിലുള്ള അക്രമങ്ങൾ, അനീതികൾ, ബിംബാരാധനകൾ, മദ്യപാനം അല്ലെ, ചൂതാട്ടം, അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സ്പേസ്, ഒരു സ്ഥലമായിരുന്നു ഇത് ഈ ജബലുൻ നൂറിന്റെ മുകളിലുള്ള ഹിറാ ഗുഹ. എന്തുകൊണ്ടാണ് ഹിറാ ഗുഹ തിരഞ്ഞെടുക്കാനുള്ള കാരണം? അവിടെ നിന്ന് നോക്കിയാൽ നേരെ പരിശുദ്ധമായ കഅബ ഷരീഫ് കാണാം. അപ്പൊ കഅബ ഷരീഫ് ഇങ്ങനെ കണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ഥലം തിരഞ്ഞെടുത്തത്. ഈ നബുവത്തിന്റെ സമയത്ത് നബി തങ്ങൾ നബിയാവാൻ പോകുന്നു എന്നുള്ള ചില സൂചനകളൊക്കെ നബി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയായിരുന്നു? ഒന്ന്, ശക്തിയായ പ്രകാശം കാണുക, അതുപോലെ കല്ലുകൾ, മരങ്ങൾ മുതലായവ നബിയോട് സംസാരിക്കുക, ചില അശരീരികൾ കേൾക്കുക, അതുപോലെ പല സ്വപ്നങ്ങളും കാണുക, കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക. ഇതൊക്കെ എന്തായിരുന്നു? ഈ നബുവത്തിന്റെ മുമ്പുണ്ടായ ചില സംഭവങ്ങളാണ്. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാന്തവാസം ഇഷ്ടമായി. അങ്ങനെയാണ് ജബലുൻ നൂറിന്റെ മുകളിലേക്ക് പോകുന്നത്. പരിശുദ്ധ കഅബയുടെ കിഴക്കായി ഏകദേശം 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലുൻ നൂർ. ഇത് അതിന്റെ ഏറ്റവും മുകളിലാണ് ഹിറാ ഗുഹ ഉള്ളത്. അവിടെ നോക്കിയാൽ കഅബ കാണാവുന്നതാണ്. സാധാരണ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടമായിരുന്നു അത്. മക്കയിൽ പോകുന്നവർ ആ ഗുഹ സന്ദർശിക്കാറുണ്ട്. ഈ ഗുഹയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹയി ഇറങ്ങിയത്. ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് ഇവിടെ വെച്ചാണ്. ഇനി ഇവിടെ ഉത്തരം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്ന കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു? ഇരുളടഞ്ഞ, തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടത്തിലായിരുന്നു നബി തങ്ങൾ വളർന്നത്. രണ്ടാമത്തേത്, നബി തങ്ങൾ വളർന്ന കാലത്തുണ്ടായിരുന്ന തിന്മകൾ ഏതൊക്കെയാണ്? അക്രമം, അനീതി, ബിംബാരാധന, മദ്യപാനം, ചൂതാട്ടം, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹയി ഇറങ്ങിയ സ്ഥലം ഏതാണ്? ഹിറാ ഗുഹ. ജബലുൻ നൂർ എവിടെ സ്ഥിതി ചെയ്യുന്നു? പരിശുദ്ധ കഅബയുടെ കിഴക്കായി ഏകദേശം 6 കിലോമീറ്റർ അകലെ ഉയർന്നു നിൽക്കുന്ന മലയാണ് ജബലുൻ നൂർ. ഇനി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഭവപ്പെട്ട അത്ഭുത സംഭവങ്ങൾ നമ്മളിവിടെ ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശക്തിയായ പ്രകാശം കാണുക, കല്ലുകളും മരങ്ങളൊക്കെ നബി തങ്ങളോട് സലാം പറയുക, ചില അശരീരികൾ കേൾക്കുക, പല സ്വപ്നങ്ങളും കാണുക, കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുക. ഇതൊക്കെയാണ് ആ നുബുവത്തിന്റെ മുമ്പായിട്ട് നബി തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ. ഇനി അടുത്തത് പാഠം 12, പ്രവാചകത്വം. ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധ്യാന നിരതനായിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു അപരിചിതൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ജിബ്രീൽ എന്ന മലക്കാണ്. ആഗതൻ സ്വയം പരിചയപ്പെടുത്തി താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. ശേഷം എഴുതപ്പെട്ട ഒരു പട്ടിൻ കഷ്ണം കയ്യിൽ വെച്ച് കൊടുത്തു പറഞ്ഞു, ഇഖ്റ, താങ്കൾ വായിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അന ബിഖാരിഇൻ, ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് വളരെ പ്രയാസം നേരിടുന്ന വിധം അണച്ചു കൂട്ടിപ്പിടിച്ചു. ഇവയെല്ലാം 3 പ്രാവശ്യം ആവർത്തിച്ചു. ശേഷം അവിടുന്ന് ഇഖ്റ മുതൽ 5 ആയത്തുകൾ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുക്കൽ അക്രം തുടങ്ങി 5 ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. നബി തങ്ങൾ അതുപോലെ പാരായണം ചെയ്തു. ശേഷം ഹിറാ ഗുഹയിൽ നിന്ന് വേഗം വീട്ടിലേക്ക് മടങ്ങി. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹയി ലഭിക്കുന്നതിന്റെ ആരംഭമായിരുന്നു ഇത്. ആദ്യത്തെ അനുഭവമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി ആവുകയാണ്, നബുവത്ത് ലഭിക്കുകയാണ്. ഹിറാ ഗുഹയിൽ ഉണ്ടായ ഈ സംഭവത്തോടെയാണ് നബി തങ്ങൾക്ക് പ്രവാചകത്വം, നുബുവത്ത് ലഭിച്ചത്. അവിടുന്ന് മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാകുന്നത്. അന്ന് 40 വയസ്സായിരുന്നു നബി തങ്ങളുടെ പ്രായം. വിദ്യാർത്ഥികൾ ഈ കണക്കുകൾ ഓർമ്മയിൽ നിർബന്ധമായും വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹയി വരുന്നത് എപ്പോഴാണ്? 40-ാമത്തെ വയസ്സിലാണ്. അതാണ് നബിയാകുന്നതിന്റെ തുടക്കം. അപ്പോഴാണ് നബിയാകുന്നത്. അന്ന് എത്രയാണ് പ്രായം? 40 വയസ്സാണ്. നബിമാർ, അള്ളാഹുവിൽ നിന്ന് വഹയി ലഭിച്ച മനുഷ്യരാണ് ആര്? നബിമാർ. വഹയി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നബിമാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ് വഹയി. ജിബ്രീൽ അലൈഹിസ്സലാം ആരാണ്? നബിമാർക്ക് വഹയി എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെട്ട മലക്കാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വഹയിയായി ലഭിച്ചതാണ് ഖുർആൻ മുഴുവനും. ഉത്തരം പറയാം. വഹയി എന്നാൽ എന്താ? നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു, അള്ളാഹു നബിമാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ് വഹയി. ഇഖ്റ എന്ന് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്തായിരുന്നു? മാ അന ബിഖാരിഇൻ, മാ അന ബിഖാരിഇൻ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല. നബുവത്ത് ലഭിക്കുമ്പോൾ നബി തങ്ങൾ എവിടെയായിരുന്നു? ഹിറാ ഗുഹയിലായിരുന്നു. ഇനി പൂർത്തിയാക്കാം. വഹയി എത്തിച്ചു കൊടുക്കുന്ന മലക്കാരാണ് ജിബ്രീൽ അലൈഹിസ്സലാമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയായി ആദ്യം ലഭിച്ച വചനങ്ങൾ ഏതൊക്കെയാണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങി 5 ആയത്തുകൾ. ഹിറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ട മലക്കാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നുബുവത്ത് ലഭിക്കുമ്പോൾ നബി തങ്ങളുടെ വയസ്സെത്രയാണ്? 40 വയസ്സാണ്. ഇനി അടുത്തത് സമ്മിലൂനി. സമ്മിലൂനി എന്താണ് സമ്മിലൂനി എന്ന് പറഞ്ഞ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആദ്യമായി വഹയി ലഭിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേഗം അവിടുന്ന് ബീവി ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയോട് പറയാണ്, സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിട്ടു മൂടൂ ഖദീജ. ഹിറാ ഗുഹയിൽ നിന്ന് ഭയന്ന് വിറച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ അടുക്കലെത്തിയത്. കാരണം ആദ്യത്തെ അനുഭവമല്ലേ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിലാണ് മുത്തനബി കണ്ടത്. ആ ആദ്യമായി ഉണ്ടായ അനുഭവത്തിൽ നബി തങ്ങൾക്കുണ്ടായ ഒരു ചെറിയ പേടി, ആ പേടി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേഗം ഖദീജ ബീവിയുടെ അടുക്കലേക്ക് പോവാണ്. എന്നിട്ട് പറയാണ്, സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിക്കുവീൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. നബിയുടെ ഭയവും വിറയലും മാറുന്നത് വരെ അവർ നബിയെ പുതപ്പിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ഖദീജ ബീവി അന്വേഷിച്ചു. കാര്യങ്ങളെല്ലാം നബി തങ്ങൾ വിശദീകരിച്ചു. ഖദീജ ബീവി നബി തങ്ങളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു ഒരിക്കലും താങ്കളെ പ്രയാസപ്പെടുത്തുകയില്ല. കാരണം താങ്കൾ സത്യം മാത്രമേ പറയൂ, കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു, പ്രയാസങ്ങൾ തരണം ചെയ്യുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു, അതിഥികളെ ആദരിക്കുന്നു. എന്തൊരു നല്ല മനസ്സമാധാനമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുന്നത്. ആശ്വസിപ്പിക്കുകയാണ് മുത്തനബി തങ്ങളെ. ശേഷം ഖദീജ ബീവി നബി തങ്ങളെയും കൂട്ടി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് പോയി. ആരാണ് വറഖത്ത് ബിൻ നൗഫൽ? ഈ വേദങ്ങളൊക്കെ നല്ല രൂപത്തിൽ പഠിച്ച വേദ പണ്ഡിതൻ കൂടെയാണ് വറഖത്ത് ബിൻ നൗഫൽ. അവരുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു. താങ്കളുടെ അടുത്ത് വന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിരുന്ന മലക്കാണ് എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു. താങ്കളുടെ ജനത അങ്ങയെ പുറത്താക്കും, അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങയെ ഞാൻ സഹായിക്കും എന്ന് വറഖത്ത് പറഞ്ഞു. പിന്നീട് അദ്ദേഹം അധികകാലം ജീവിച്ചിട്ടില്ല. എന്താണ് അതിന്റെ സൂചന? അങ്ങ് നബിയാവുകയാണ്, അങ്ങ് നബിയായി എന്നുള്ളതിന്റെ സൂചനയാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് വന്ന ജിബ്രീൽ അലൈഹിസ്സലാമാണ് അങ്ങയുടെ അടുത്തേക്കും വന്നിട്ടുള്ളത്. അങ്ങയുടെ ജനത അങ്ങയെ പുറത്താക്കും. നമ്മൾ പിന്നീട് ചരിത്രം കേട്ടതാണ്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോവേണ്ടി വന്നിട്ടുണ്ട്. ഖുറൈശിലെ ബനു സഅദ് കുടുംബാംഗമാണ് വറഖത്ത് ബിൻ നൗഫൽ. തൗറാത്തും ഇൻജീലും നന്നായി പഠിച്ചറിഞ്ഞ മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഖദീജ ബീവി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോയിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് വ്യക്തത വരുത്താൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി പോയത്. തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കാം. ഇവിടെ ബനു സഅദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി ജിബ്രീൽ അലൈഹിസ്സലാം ആദരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, പുലർത്തുന്നു, സഹായിക്കുന്നു. അങ്ങനെ പല വാക്കുകളുമുണ്ട്. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ശരിയായി നമ്മൾ ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, അങ്ങ് അവശരെ ആശ്വസിപ്പിക്കുന്നു. അവശർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നു. രണ്ടാമത്തത്, അതിഥികളെ ആദരിക്കുന്നു. വറഖത്തിന്റെ കുടുംബം ഏതാണ്? നമ്മൾ മുകളിൽ പറഞ്ഞു, ബനു സഅദ് കുടുംബമാണ് വറഖത്തിന്റെ കുടുംബം. കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നു. എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്ത്വനപ്പെടുത്തിയത് ആരാണ്? ഖദീജ ബീവിയാണ്. ഹിറാ ഗുഹയിൽ നബി തങ്ങളെ സമീപിച്ചത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുപോലെ ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു. ഈ രൂപത്തിൽ അത് ശരിയായി പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇനി ഉത്തരം പറയാം. വിവരങ്ങൾ മനസ്സിലാക്കി വറഖത്ത് പറഞ്ഞത് എന്താണ്? ഖദീജ ബീവി മുത്തനബിയെയും കൂട്ടി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോയില്ലേ? എന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വറഖത്ത് ബിൻ നൗഫൽ എന്താണ് പറഞ്ഞത്? താങ്കളുടെ ജനത, താങ്കളുടെ അടുത്ത് വന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നിരുന്ന മലക്കാണ്. അതുപോലെ താങ്കളുടെ ജനത അങ്ങയെ പുറത്താക്കും, അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങയെ ഞാൻ സഹായിക്കുമെന്നൊക്കെ വറഖത്ത് പറഞ്ഞു. തൗറാത്തും ഇൻജീലും പഠിച്ച വ്യക്തിയായിരുന്നു ആര്? വറഖത്ത് ബിൻ നൗഫൽ. വറഖത്തിന്റെ സമീപത്തേക്ക് നബി തങ്ങളെ കൊണ്ടുപോയത് ആരാണ്? ഖദീജ ബീവിയാണ്. അടുത്തത്, വഹയിന്റെ ആരംഭം എങ്ങനെയായിരുന്നു? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ധ്യാന നിരതനായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇഖ്റ എന്ന് പറഞ്ഞു. ആ സംഭവം അവിടെ എഴുതുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത്, നബി തങ്ങളുടെ വയസ്സ് രേഖപ്പെടുത്താം. മാതാവിന്റെ മരണം എപ്പോഴാണ്? നബി തങ്ങൾക്ക് 6 വയസ്സ് പ്രായമാകുമ്പോഴാണ്. 6 എന്ന് അവിടെ എഴുതി കൊടുക്കണം. അടുത്തത്, പിതാമഹന്റെ മരണം. പിതാമഹൻ എന്ന് പറഞ്ഞാൽ വലിയുപ്പ അബ്ദുൽ മുത്തലിബിന്റെ മരണം എപ്പോഴാണ്? നബി തങ്ങൾക്ക് 8 വയസ്സ് പ്രായമാകുമ്പോഴാണ്.
ആദ്യത്തെ ഷാമി യാത്ര എപ്പോഴാണ്? നബി തങ്ങൾക്ക് 12 വയസ്സ് പ്രായമാകുമ്പോഴാണ്. പിതൃവ്യന്റെ മരണം എപ്പോഴാണ്? പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ അബൂ താലിബിന്റെ മരണം എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 50 വയസ്സ് പ്രായമാകുമ്പോ. രണ്ടാമത്തെ ഷാമി യാത്ര എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ് പ്രായമാകുമ്പോ. കഅബ പുനർനിർമ്മിക്കുന്നത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാം വയസ്സിൽ. ഇങ്ങനെ നബി തങ്ങളുടെ വയസ്സ് ഓരോ സന്ദർഭങ്ങളിലും നബി തങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു എന്ന് എഴുതുകയാണ് വേണ്ടത്. ഇനി സംഭവങ്ങൾ എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 25-ാം വയസ്സിൽ എന്താണ് സംഭവിച്ചത്? ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. അതുപോലെ നബി തങ്ങളുടെ 40-ാം വയസ്സിൽ എന്താണ് സംഭവിച്ചത്? നുബുവത്ത് ലഭിച്ചു. ഈ 25-ാം വയസ്സിൽ തന്നെയാണ് രണ്ടാമത്തെ ഷാമി യാത്ര നടന്നതും. ഈ കാര്യങ്ങൾ കൂടെ അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അവസാനത്തെ പാഠം, 14-ാമത്തെ പാഠം, ചരിത്ര സംഗ്രഹം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മുൻ പാഠങ്ങളിലായി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സംഗ്രഹിക്കുകയാണ്. AD 571 മക്കയിൽ ജനിച്ചു. ജനിക്കുന്നതിന്റെ 7 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. 4 വർഷം ഹലീമ ബീവിയോടൊപ്പം താമസിച്ചു. 6-ാം വയസ്സിൽ മാതാവ് ആമിന ബീവിക്കൊപ്പം മദീനയിലേക്ക് യാത്ര പോയി. അവിടെ നിന്ന് നീന്തൽ പഠിച്ചു. 8-ാം വയസ്സിൽ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. 42 വർഷക്കാലം പിതൃവ്യൻ അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ വളർന്നു. 12-ാം വയസ്സിൽ പിതൃവ്യനുമൊത്ത് ഷാമിലേക്ക് യാത്ര പോയി. ആദ്യ ഷാം യാത്ര. 25-ാം വയസ്സിൽ ഷാമിലേക്ക് കച്ചവടത്തിനായി യാത്ര പോയി. ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തിലാണ് യാത്ര. 25-ാം വയസ്സിൽ ഖദീജ ബീവിയെ വിവാഹം ചെയ്തു. 35-ാം വയസ്സിൽ കഅബയുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളിയായി. ഹജറുൽ അസ്വദ് വെക്കുന്നതിലുള്ള തർക്കം പരിഹരിച്ചു. 40-ാം വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ ഖുർആൻ അവതരിച്ചു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയാനും ഇഷ്ടപ്പെടാനും പിൻപറ്റാനും നല്ല മുഅ്മിനായി ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവസാനത്തെ പാഠത്തിൽ ചെറിയ രൂപത്തിൽ ഇവിടെ തന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ആവർത്തിച്ച് വായിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷയിലൊക്കെ ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.